ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ പിന്നെ ചെമ്മീനൊന്നുമല്ല, അപ്പോൾ ഇത് മത്തി, അയില കുട്ടികൾ, അയില അതൊക്കെയുള്ള അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരാഴ്ച മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഇത് 2 കവറുണ്ട് ഇനി. അപ്പോൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നത്. അപ്പോൾ ഒരു കവർ ഞാൻ അപ്പം തന്നെ തൊലിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് നമുക്ക് വീഡിയോ എടുത്ത് തൊലിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ രണ്ടാമത്തെ കവറാണിത്. 1.5 കിലോൻ്റെ കവറാണിട്ടത്. 1.5 കിലോൻ്റെ 2 കവർ ഇനി. അപ്പോൾ നമ്മൾ നമുക്ക് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെമ്മീൻ ഇവിടെ വല്ലാതെ ആർക്കും വലിയ ഇഷ്ടമില്ല പൊരിക്കേണ്ടതൊന്നും. അപ്പോൾ പിന്നെ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ അതിനുള്ള തൊലിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് ഒരു അച്ചാറിൻ്റെ ചെറിയൊരു ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചെമ്മീൻ്റെ അച്ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ചെമ്മീൻ ഒക്കെ നമ്മൾ അച്ചാറിനായതുകൊണ്ട് തലമെന്ന് തീരെ എടുക്കാൻ പറ്റില്ല കേട്ടോ. മറ്റേ നമുക്ക് പൊരിക്കാനൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് തലമിൻ്റെ ഇതവിടെ വെക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കാണ്ടാട്ടം മുറിക്കേണ്ടത്. അപ്പോൾ പിന്നെ അതിൽ നല്ല ഈ വേസ്റ്റ് ഉണ്ടാവില്ല, കാട്ടെന്നാണ് നമ്മൾ പറയല്. അപ്പോൾ അതൊക്കെ കീറിങ്ങാണ്ട് അതൊക്കെ എടുക്കണം കേട്ടോ. അതൊന്നും എടുക്കാതെ ആരും ചെമ്മീൻ എടുക്കരുത്. അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ആയിക്കൂടെ ഈ കരിക്കാടി ചെമ്മീനാകുമ്പോൾ നല്ല വേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ പിന്നെ ചെമ്മീൻ അച്ചാറിൻ്റെ കുറച്ചൊക്കെ റെസിപ്പി നമ്മൾ ഇതിലിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ സബ്സ്ക്രൈബും കുറവാണ്, വീഡിയോ കാണലും കുറവാണ്. എന്തോന്നാവാം, ഒക്കെ കീപ്പിട്ട് വെച്ചിക്കണ്, എന്തോന്നറിയില്ല. എന്നാലും നമ്മളിങ്ങനെ തുടർന്ന് പോവല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഇടാതാവുമ്പോൾ ഒരു മനസ്സിന് ടെൻഷനാണ്. അത് വിചാരിച്ചുകൊണ്ട് 2 ദിവസം കൂടുമ്പോഴെങ്കിലും എന്തെങ്കിലും വീഡിയോ ഒപ്പിച്ചിട്ടുണ്ടാണ്. അപ്പം നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഒന്നും കൂടി നിങ്ങളോട് പറയണേ. ലൈക്ക് ഇട്ടുകൊണ്ടൊക്കെ ഒന്ന് ലൈക്കൊക്കെ നന്ന കുറവാണ്. ലൈക്കൊന്നും ആരും ഇടണില്ല. വീഡിയോ കാണലിൻ്റെ കുറവാണ്. അപ്പോൾ ലൈക്കും കുറവാണ്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ ഇതാ ഇപ്പോൾ 1.5 കിലോ ചെമ്മീൻ തൊലിച്ച് പിന്നെ കഴുകി ഒക്കെ നല്ല വെള്ളം വാർന്നതിന് ശേഷം മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കാണി ഞാൻ കുഴച്ച് വെച്ചതാട്ടത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചുകാണ്ട് കണ്ട് എടുത്ത് കൊടുക്കുന്നതാണ്. പിന്നെ അതിലേക്കുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്. കറിവേപ്പില ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്ത് കാണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഞാൻ നമ്മളകത്തുള്ള വലിയ അടുപ്പൊക്കെ തീയൊക്കെ പിടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ അടുപ്പാകുമ്പോൾ ഇങ്ങനെ പരന്ന് വേഗം ഉണ്ടായിക്കോളും എന്ന് വിചാരിച്ചു കണ്ടാണ് വലിയ അടുപ്പുമ്മലൊക്കെ തീ പിടിപ്പിക്കേണ്ടത്. ചെമ്മീൻ അച്ചാറ് നല്ല നന്നായിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കാക്ക പറയും ഒരിക്കൽ വാങ്ങിയാൽ പിന്നെ വാങ്ങും. പക്ഷേ ചെമ്മീൻ്റെ അച്ചാർ എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും വലിയൊരു തൃപ്തി കാണില്ല, വില കൽപ്പിക്കണില്ല. വില കുറച്ച് കൊടുക്കാനുള്ള ഒരിതാണ് പറയേണ്ടത്. നമുക്ക് വിലയും കൂടുതലായി, വില ചെമ്മീൻ തന്നെ അത്യാവശ്യം വില ഉണ്ടാവുമല്ലോ. പിന്നെ നന്ന പൊടിക്കൊക്കെയാണ് വില കുറവിട്ടാ. അങ്ങനത്തെ പൊടിച്ചെമ്മീൻ കിട്ടുമ്പോൾ ഞാൻ പിന്നെ ഉണക്കിങ്ങാണ്ട് നല്ല കഴുകിങ്ങാണ്ട് അതിൻ്റെ മീശി നാടൊക്കെ മുറിച്ച് കഴുകിങ്ങാണ്ട് ഉണക്കി വെച്ചിങ്ങാണ്ട് തേങ്ങയും പിന്നെ ചെമ്മീനും മുളകും കറിവേപ്പിലെല്ലാം കൂടി ഇട്ടുകാണ്ട് പൊടിച്ചുകാണ്ട് അങ്ങനെ ചിലവരൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാക്കറ്റാക്കിക്കാണ്ട് കൊടുക്കുന്നുണ്ട്. നല്ല തേങ്ങയൊക്കെ കൂട്ടിക്കാണ്ട് നന്നായി വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടത്. ഈ പുറത്തുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് ചെമ്മീൻ തന്നെ ഇഷ്ടമല്ല, ഉണക്ക ചെമ്മീൻ ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നെയും പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ചെമ്മീൻ ഇട്ടതിനോട് വലിയ താല്പര്യം കാണുന്നില്ല. അപ്പോൾ കാക്ക പറയണ ഒരിക്കൽ വാങ്ങിയവർ പിന്നെ വാങ്ങും, പക്ഷെ വാങ്ങിയെങ്കിലല്ലേ. അപ്പം ഇനി ഈ പരിപാടി നിർത്താന്ന് വിചാരിച്ചാണ്, ഈ ചെമ്മീൻ പരിപാടി. മറ്റതൊക്കെ വേഗം പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ബീഫ് പോകുന്നുണ്ട്, സൂതമീൻ അതൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, അതൊക്കെ പോകുന്നുണ്ട്. ഇതിനോട് ഇപ്പോൾ ഈ ചെമ്മീൻ ഇങ്ങനെ അധികം ഉണ്ടായി കണ്ടിട്ടേക്കോ വല്ലാതാണ് പോകണില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷേ ആളുകൾക്ക് കണ്ട് ബോധിപ്പിക്കാൻ നമുക്ക് കഴിയണില്ലല്ലോ. അപ്പോൾ ഒരുപാട് കുപ്പിയൊന്നും കിട്ടിയില്ല കേട്ടോ, കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ. 3 കിലോ ചെമ്മീൻ. അതിക്കുള്ള ചിലവ് നോക്കുകയാണെങ്കിൽ നമുക്ക് വില കുറച്ച് വിറ്റാൽ നമുക്ക് ഒക്കൂല. പിന്നെ കാശ്മീരി മുളക് അതിന് വില, പിന്നെ ഇത് തൊലിച്ചുണ്ടാക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം പിടിക്കൂല. അതൊക്കെ നമുക്കൊരു ഇത് കിട്ടണ്ടേ, നമുക്ക് എങ്ങനെയാണ് വില കുറച്ച് വിൽക്കാനായിട്ട് വയ്യാനോ. ബീഫ്, സൂതമീനൊക്കെ ഗൾഫ് കൊണ്ടുപോകാനും ഒക്കെ ചെമ്മീൻ കൊണ്ടുകൊണ്ടിട്ടാ. എന്നാലും ചിലർക്ക് വല്ലാതെ പോകണില്ല. വില കുറച്ചുകൂടെ എന്നുള്ളൊരു ഇതാണ് എല്ലാവർക്കും വരുന്നത്. വില കുറച്ചാൽ നമുക്കൊക്കെ ഒക്കില്ല. അങ്ങനെയാണ് ഈ ഇങ്ങനത്തെ ഇന്നാൾ നമ്മളോട് ഒരു കൂട്ടുകാരത്തി ചോദിച്ച് പിന്നെ ബീഫ് അച്ചാറ് ഫ്രിഡ്ജിൽ വെക്കണമെന്ന്. ഫ്രിഡ്ജിൽ നമ്മൾ
മൂടി പൊട്ടിക്കാതെ ഒരു 2 മാസമൊക്കെ നമ്മൾ പുറത്ത് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം അങ്ങനെയാണ്. പിന്നെ നമ്മളിങ്ങനെ യൂസ് ചെയ്തും കൊണ്ട് നമ്മൾ സ്പൂണൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഞങ്ങൾ കാട്ടിലെങ്ങനെയാണ് ഒരു 4 ദിവസം കൂടുമ്പോൾ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഒരു ദിവസം ഫ്രിഡ്ജിൽ നിന്നുകാണ്ട് പിന്നെ ഒരു 4 ദിവസം പുറത്ത് വെക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ പിന്നെ കേടന്നെ വരും ചേട്ടാ. അപ്പോൾ ഒരു 3 മാസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിക്ക് ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണയിലാട്ട ഫ്രൈ ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഇതുകൊണ്ട് ഊറ്റിക്കാണ്ട് അതിൽ തന്നെ നമുക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് അതൊക്കെ അതിലിട്ട് കാണാണ്ട് ആക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് കൂട്ടുമ്പോൾ ചെമ്മീന് എന്തെങ്കിലും കേടാറ്റെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകും ചെയ്യും, ഒരു കുഴപ്പമുണ്ടാവും ചേട്ടാ. ഇഞ്ചി വെള്ളുള്ളിയൊക്കെ ഇതിന് നല്ലതാണ്. പിന്നെ ഉലുവാപ്പൊടിയൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ടല്ലോ, ഉലുവയൊക്കെ നല്ല കുറച്ച് കൂടുതൽ കൂട്ടിക്കിട്ടാം. അപ്പോൾ നല്ല വറുത്ത് ഉലുവൊക്കെ കൂട്ടിക്കണം, ഉലുവ കടുകൊക്കെ കുറച്ച് കൂട്ടിക്കിട്ടാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ഇത് കാണിക്കണില്ല, എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിച്ചിക്കണം ഇട്ടത്. പിന്നെ അതന്നെ കാണിക്കുമ്പോൾ പിന്നെ ആൾക്കാർ ആരും കാണാൻ ശ്രമിക്കൂല. അപ്പോൾ കണ്ടില്ല നല്ല കാണുന്ന മാതിരി തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇനി ചെമ്മീൻ കാക്ക പറയുകയാണെങ്കിൽ ഇപ്പോൾ വല്ലാതെ ചെമ്മീൻമേൽ മെനക്കെട്ടുണ്ടാകും. ചെമ്മീൻ പൊടിയാണ് നല്ലതെന്ന്, പൊടിക്കാണ് എല്ലാവർക്കും ആവശ്യമിട്ടാ. തേങ്ങയും ചെമ്മീൻ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് മുളകൊക്കെ കൂട്ടി വറുക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ തൂക്കിങ്ങാണ്ട് 200 ഗ്രാം വെച്ചിട്ടത് ചെറിയ ബോട്ടിലാക്കിങ്ങാണ്ട് 6 കുപ്പിയാണ് നമുക്ക് കിട്ടിയത്. 3 കിലോ ചെമ്മീൻ അത്രയായിട്ട് കിട്ടിയത്. കുറേ തോലായി പോവില്ലേ, അതിൻ്റെ ബാക്കിയല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചൂട് എണ്ണ ഉണ്ടല്ലോ, എണ്ണ കാച്ചിങ്ങാണ്ട് ചൂടാറിക്കണം കേട്ടോ. അതിങ്ങനെ മേലെ ഇറ്റിച്ചു കൊടുത്താൽ പിന്നെ കേടുവരാക്കാനാണിത്. അപ്പോൾ കുറച്ച് കാലമൊക്കെ കേടുവരാതെ നിൽക്കും. പിന്നെ ചെമ്മീൻ നല്ല ഫ്രൈ ആക്കിക്കൊള്ളാം. ചെമ്മീൻ ഫ്രൈ ആകാഞ്ഞാലാണ് വേഗം കേടുവരൽ. ഫ്രൈ ആയാൽ പിന്നെ അങ്ങനെ കേടൊന്നും വരില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു സ്പൂണ് അതിക്ക് വെച്ച് കൊടുത്തുകൊണ്ട് നമ്മൾ പിന്നെ മൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗ്ലൗസ് പിന്നെ ഞാൻ ഇങ്ങനെ കുപ്പിക്കൊക്കെ ആക്കുമ്പോഴാട്ടോ ഗ്ലൗസ് ആക്കൽ. ഇതിൻ്റെ കൈമ തട്ടൂല, എന്നാലും തട്ടാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആക്കേണ്ടത്. ഗ്ലൗസ് ഇട്ടുകാരൊക്കെ പണിയെടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇടലിട്ടാ. അപ്പോൾ അതൊക്കെ റെഡി ആക്കണേ. ഇതിന്ന് കൊണ്ടുപോയാൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ഉള്ള വിവരം ഞങ്ങളോട് പറയണേ. അപ്പോൾ കാക്കനെ പറഞ്ഞേ ഒരിക്കൽ കൊണ്ടുപോയാൽ അത് ഇതാവും ചെയ്യും, അല്ല പിന്നെയും വരുന്നേ, പിന്നെ എല്ലാവരും കൊണ്ടുപോയി കാണില്ലല്ലോ. പിന്നെ ഇത് ഇങ്ങനത്തേനൊക്കെ നല്ല ചിലവാട്ടാ, ഈ ചെറിയ 5-10 ഉറുപ്പ്യക്കൊക്കെ പോണത്. അപ്പോൾ പീഡേക്കാർ പറഞ്ഞത് അങ്ങനത്തെ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടിരുന്ന നല്ല ചിലവാകുന്ന കേട്ടാ. അപ്പോൾ ഞാൻ ഓരോ വെറൈറ്റി ആക്കിങ്ങാണ്ട് പിന്നെ ഇങ്ങനത്തെ ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് അതൊക്കെ ഇങ്ങനെ വെറൈറ്റി ആക്കിങ്ങാണ്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ പിന്നെ മക്കളെ ഇങ്ങനെ പിൻ ചെയ്തുങ്ങാണ്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അടുപ്പ് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പം പിന്നെ നമുക്ക് പിന്നെ ഒരു വാങ്ങുമ്പോൾ തന്നെ അതിന് പൈസ ചിലപ്പോൾ തരും, ചിലപ്പോൾ ഒരു വിറ്റീനസും തരും, അങ്ങനെ കേട്ടോ. അപ്പോൾ ഏത് ബിസിനസ് ചെയ്യുമ്പോഴും അതിനൊന്നും ഇപ്പം നമ്മൾ മടി വിചാരിച്ചിട്ട് കാര്യമില്ല. എന്തിനും ഒരു ഇതുണ്ടാവില്ല, എല്ലാതും പിന്നെ ബിസിനസ് ഏതാന്നില്ലല്ലോ, എന്തും നമ്മൾ ചെയ്ത് നോക്കുക. അതിലൊന്നും ആരും മടി കാണിക്കരുത്. എല്ലാവർക്കും വീട്ടന്മാരൊക്കെ ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ലേ, പിന്നെ അടിക്കാനൊക്കെ തയ്യലൊക്കെ അറിയുന്നവർക്ക് പിന്നെ അകുമ്പക്ക് പോയാൽ മതി. എനിക്കും തയ്യൽ അറിയട്ടാ, പക്ഷേ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ നമുക്ക് എന്താ അറിയുന്ന പണികളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലും കിട്ടേണ്ടതായും ചെയ്ത്. ആണുങ്ങളത് തന്നെ കിട്ടിയിട്ടിപ്പോൾ ഭയങ്കര ചിലവല്ലേ ഇപ്പോൾ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.